ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജേഷ് എക്സ്പോർട്സ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് പുറത്തു വന്ന ഇന്ത്യൻ കോർപ്പറേറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ക്രമക്കേടുകളിൽ ഒന്നായിട്ട് കണക്കാക്കാവുന്ന ഈ ഒരു സ്കാം, അതിനെ തുടർന്ന് മാർക്കറ്റ് റെഗുലേറ്റർ ആയിട്ടുള്ള സെബി അവർ പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവനുസരിച്ചിട്ട് കമ്പനി കാണിച്ചിട്ടുള്ള വരുമാനത്തിൻ്റെ സിംഹഭാഗവും അത് വ്യാജമായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് വളരെയധികം പേഴ്സണൽ ആയിട്ടുള്ളൊരു സ്റ്റോക്കായിരുന്നു. കാരണം യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏറ്റവും അധികം റിഗ്രറ്റ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു രാജേഷ് എക്സ്പോർട്ടിനെ കുറിച്ച് മുമ്പ് ചെയ്തിരുന്നത്. ഏകദേശം 3 വർഷം മുമ്പാണ്. അന്ന് 1000 രൂപ ലെവലിൽ നിന്നും ഈ സ്റ്റോക്ക് താഴോട്ടേക്ക് വന്നിട്ട് 500 എന്ന ലെവലിൽ വന്നപ്പോഴാണ് വളരെയധികം അണ്ടർ വാല്യൂഡ് ആയിട്ട് തോന്നുകയും ഈ സ്റ്റോക്ക് ഒന്ന് ഡീപ്പായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്കിൽ ഞാൻ പേഴ്സണലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക പോലും ചെയ്തു. പക്ഷെ അന്ന് ആ സ്റ്റോക്കിൽ ഒരു റിസ്ക് ഫാക്ടർ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ 420 എന്ന ലെവലിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് ഹോൾഡ് ചെയ്തത്. അപ്പോൾ പ്രതീക്ഷ പോലെ പിന്നീട് ഈ സ്റ്റോക്ക് താഴോട്ടേക്ക് വരികയും എൻ്റെ 420 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയും ഏകദേശം 20% ലോസിൽ അത് വിറ്റ് ഒഴിവാക്കുകയും ചെയ്തു. എന്നാൽ അന്ന് സ്റ്റോക്ക് വാങ്ങാൻ ധാരാളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ കമ്പനി ഒരു സീറോ ഡെറ്റ് കമ്പനിയാണ്. അവിടെ പ്രൊമോട്ടേഴ്സ് അവർ ഷെയറുകളൊന്നും പ്ലഡ്ജ് ചെയ്തിട്ടില്ല. സാധാരണ ഇത്തരം സ്കാം നടക്കുന്ന സ്റ്റോക്കുകളിൽ ഒന്നുകിൽ കടമുണ്ടാവും, അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജിങ് ഉണ്ടാവും. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ആ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ആ സ്റ്റോക്കിൻ്റെ റവന്യൂ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വളർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. വലിയ ഒരു എമൗണ്ടിലായിരുന്നു വളർന്നുകൊണ്ടിരുന്നത്. കൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് FIEസും DIEസിൻ്റെയും ഹോൾഡിംഗ് 10% കൂടുതൽ ആ സ്റ്റോക്കിലുണ്ടായിരുന്നു. കൂടാതെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 54% മുകളിലുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഏതൊരു സ്ട്രോങ് ഫണ്ടമെൻറ്റൽസ് ഉള്ള സ്റ്റോക്കിലൊക്കെ കാണുന്ന രീതിയിലുള്ള എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും ആ സ്റ്റോക്കിലുണ്ടായിരുന്നു. കൂടാതെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ ബുക്ക് വാല്യൂ 585 എന്ന ലെവലുള്ള ബുക്ക് വാല്യൂ ആണ്. അതിനേക്കാളും താഴെയായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, വളരെയധികം ക്യാഷ് റിച്ച് ആയിട്ടുള്ള ഒരു കമ്പനി ആയിട്ടായിരുന്നു അന്ന് തോന്നി. ഏകദേശം 15,000 കോടിയുടെ ക്യാഷ് റിസർവ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ അവിടെ നോട്ട് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് അന്നും ROCയും ROEയും ഒക്കെ വളരെ വീക്കായിരുന്നു. 1%, 2% ലെവലായിരുന്നു ROEയും ROCയും ഒക്കെ. കൂടാതെ അവരെ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അത് 1-ൽ താഴെയായിരുന്നു. കാരണം അവർ റിപ്പോർട്ട് ചെയ്യുന്ന സെയിൽസിന് കണക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ അന്ന് നോട്ട് ചെയ്തിരുന്നു. പക്ഷേ അവർ നൽകിയ ഫ്യൂച്ചർ ഗൈഡൻസിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ വഞ്ചിതരായത്. കാരണം ലോകത്തിലെ തന്നെ ഗോൾഡ് റിഫൈനിങ്ങിൻ്റെ 35% മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനി. ഇവരുടെ ഒരു ഇൻവെസ്റ്റർ പ്രസന്റേഷനിൽ വലിയ തോതിലുള്ള എക്സ്പാൻഷൻ പ്ലാനുകൾ ഉണ്ടായിരുന്നു. ശുഭം ജ്വല്ലേഴ്സ് എന്ന് പറയുന്ന കർണാടകയിലും ഹൈദരാബാദിലും ഒക്കെ വ്യാപിച്ചു കിടക്കുന്ന ജ്വല്ലറി നെറ്റ്വർക്ക്, ഏകദേശം 500-ലധികം പുതിയ ശുഭം ഔട്ട്ലെറ്റുകൾ ഇന്ത്യ മുഴുവൻ തുറക്കാനുള്ള പ്ലാനുകൾ, കൂടാതെ ബാറ്ററി മാനുഫാക്ചറിങ് രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു PLI സ്കീമിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ. അപ്പോൾ ഇതൊക്കെ ആ സ്റ്റോക്കുകളുടെ ഒരു ഫ്യൂച്ചർ ഗ്രോത്തിൻ്റെ സാധ്യതകൾ തുറന്നിട്ട കാര്യങ്ങളായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ സ്റ്റോക്ക് വളരെയധികം താഴോട്ടേക്ക് പോവുകയും നഷ്ടമുണ്ടാക്കുകയും ചെയ്തിട്ട് ഇത്രയേറെ വിവാദങ്ങളിലൂടെ ഇത് കടന്നു പോകുമ്പോഴും ഇപ്പോഴും അതിൻ്റെ ഒരു ബിസിനസ് ഫണ്ടമെൻ്റൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്ന് കാണിച്ച അതേ ഫണ്ടമെൻ്റൽസ് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ അവിടെ കാണാൻ കഴിയും. റവന്യൂവിലുള്ള അതിൻ്റെ വളർച്ച ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ്. സെയിൽസ് റവന്യൂ കഴിഞ്ഞ 3 വർഷത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് 2,80,000 കോടിയിൽ നിന്ന് 4,23,000 കോടിയായിട്ട് വർദ്ധിച്ചു. പിന്നെ 7,78,000 കോടിയായിട്ട് വർദ്ധിച്ചു. അതായത് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായിട്ടുള്ള റിലയൻസിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സെയിൽസ് റവന്യൂ ആണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്. റിലയൻസിൻ്റെ നമുക്ക് കാണാൻ കഴിയും, അത് 8,99,000 കോടിയിൽ നിന്ന് ഇപ്പോൾ 10 ലക്ഷം കോടിയിലേക്ക് ആ ഒരു റേഞ്ചിലുള്ള ഒരു സെയിൽസ് റവന്യൂ ആണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ഏറ്റവും ലാസ്റ്റ് ക്വാർട്ടറിലെ റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രാജേഷ് എക്സ്പോർട്സിൻ്റെ Q4 വന്നിട്ടുള്ള സെയിൽസ് റവന്യൂ 2,36,000 കോടിക്ക് മുകളിലാണ്. റിലയൻസിൻ്റേത് 2,94,000 കോടിക്ക് മുകളിലാണ്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ രാജേഷ് എക്സ്പോർട്ട് റിലയൻസിനെ കടത്തിവെട്ടുന്ന രീതിയിലുള്ള ഒരു സെയിൽസ് റവന്യൂ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഇതിൻ്റെ നമ്പേഴ്സ് പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയാം. അതുപോലെ മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇതിൻ്റെ ക്യാഷ് റിസർവ് ആണ്. അത് കഴിഞ്ഞ 3 വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. 15,200 കോടി, 15,600 കോടി, ഇപ്പോൾ 17,200 കോടിയിലേക്കാണ് ഏറ്റവും ഒടുവിൽ ഫൈനാൻഷ്യൽ ഇയറിൽ അവരുടെ ക്യാഷ് റിസർവ് കാണുന്നത്. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കി കഴിഞ്ഞാൽ അവിടെ യാതൊരു ചേഞ്ചും പ്രൊമോട്ടർ ഹോൾഡിങ്ങിൽ വന്നിട്ടില്ല. ആ ഹോൾഡിംഗ് അങ്ങനെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കൂടാതെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഹോൾഡിംഗ് 10% കൂടുതൽ തന്നെ നിൽക്കുന്നുണ്ട്. അവിടെ 1% ഒരു സെല്ലിംഗ് നടന്നിട്ടുണ്ട്. DIEസിൻ്റെ ഹോൾഡിംഗ് 11-ൽ നിന്ന് 10%, FIEസിൻ്റെ 15-ൽ നിന്ന് 14% ഒരു നേരിയ ഒരു ചേഞ്ച് മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ മറ്റ് ഫണ്ടമെൻ്റൽസ് ഒക്കെ ഇപ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആയാലും അത് സീറോ ഡെറ്റ് കമ്പനിയാണെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്.
റെഡ് ഫ്ലാഗ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അത് 3 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ, അതായത് 1% താഴെയുള്ള ഒരു പ്രോഫിറ്റ് മാത്രമാണ് ഇവർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രാജേഷ് എക്സ്പോർട്സിൻ്റെ ആ ഒരു ബിസിനസ് മോഡലും അതിൻ്റെ സാധ്യതകളും അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട്, അതായത് 2023 ചെയ്ത ഒരു വീഡിയോയിൽ അത് വിശദീകരിച്ചിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ പിൻ കമൻറ്റിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിവ്യൂ ആയിരുന്നു ഈ സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സെബി കണ്ടെത്തിയിരിക്കുന്നത് 2021 മുതൽ 2025 വരെയുള്ള ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ മൊത്തം വരുമാനത്തിൻ്റെ 97% മുതൽ 99% വരെ, ഏകദേശം 15 ലക്ഷം കോടി രൂപയോളം ഇത്തരത്തിൽ കൃത്രിമമായിട്ട് ഇൻഫ്ലേറ്റ് ചെയ്തിട്ടാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വൻ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുവാൻ കാരണമായിട്ടുള്ളത് 2024 മാർച്ചിൽ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർ നൽകിയ പരാതിയാണ്. അപ്പോൾ കമ്പനിയുടെ അക്കൗണ്ട് ബുക്കുകളിൽ കാണുന്ന ട്രേഡ് റിസീവബിൾസ്, അതായത് ട്രേഡ് റിസീവബിൾ എന്ന് പറയുമ്പോൾ മറ്റ് കമ്പനികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ക്ലയൻറ്റുകളിൽ നിന്നോ ഉൽപ്പന്നങ്ങൾ വിറ്റ വകയിൽ കിട്ടാനുള്ള പണം, അത് 2 വർഷത്തിലധികമായിട്ട് വലിയൊരു തുക കുടിശ്ശികയായി കിടക്കുകയാണ്. ഇതാണ് ആ പരാതിയിൽ അവർ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഇത്ര വലിയൊരു തുക 2 വർഷം കുടിശ്ശികയായി കിടക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഒരു പൊരുത്തമില്ലായ്മ സെബി മണക്കുകയും അങ്ങനെ കമ്പനിക്കെതിരെ ഒരു അന്വേഷണം നടത്താൻ സെബി അത് പ്രേരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം സെബി പിന്നീട് BDO ഇന്ത്യ സർവീസസ് എന്ന ഫോറൻസിക് ഓഡിറ്റിംഗ് സ്ഥാപനത്തെ രാജേഷ് എക്സ്പോർട്സിൻ്റെ കണക്കുകൾ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു. തുടർന്നുള്ള പരിശോധനയിലാണ് പല പ്രധാന വിവരങ്ങളും പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ രാജേഷ് എക്സ്പോർട്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടാണ് ഇവരുടെ മൈനിങ് ബിസിനസ്സും ജ്വല്ലറി ബിസിനസ്സൊക്കെ ഉള്ളത്. എന്നാൽ ഇവരുടെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും കാണിക്കുന്നത് 97 മുതൽ 99% സ്വിറ്റ്സർലാൻഡ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള സബ്സിഡിയറി കമ്പനികൾ വഴിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്വിസ് റിഫൈനറി കമ്പനി ആയിട്ടുള്ള വാൽകാംബി എന്ന ഈ സബ്സിഡിയറിയിൽ നിന്നുള്ള വരുമാനം. അപ്പോൾ വാൽകാംബിയുടെ യഥാർത്ഥ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഈ രാജേഷ് എക്സ്പോർട്സിന് സ്വർണം ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു പ്രോസസ്സിംഗ് ഫീസ് മാത്രമായിട്ടാണ് വരുമാനത്തിൽ ലഭിക്കുന്നത്. എന്നാൽ ഈ വാൽകാംബിനിയുടെ മാതൃ സ്ഥാപനമായിട്ടുള്ള ഗ്ലോബൽ ഗോൾഡ് റിഫൈനറീസ് ക്ലയൻറ്റുകളുടെ സ്വർണത്തിൻ്റെ ആകെ മൂല്യം കൂടി രാജേഷ് എക്സ്പോർട്സിൻ്റെ സ്വന്തം വരുമാനമായിട്ട് അക്കൗണ്ട് ബുക്കുകളിൽ കാണിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ കാണിച്ചത് കൊണ്ടാണ് വൻതോതിലുള്ള റവന്യൂ ഇൻഫ്ലേഷൻ നമുക്ക് ഈ രാജേഷ് എക്സ്പോർട്സ് കണ്ടത്. അത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു സ്ഥലക്കച്ചവടം ചെയ്യുന്ന ഒരു ബ്രോക്കറാണെന്ന് കരുതുക. ഇപ്പോൾ ഒരു പാർട്ടി നിങ്ങളെ ഒരു സ്ഥലം കാണിച്ചുകൊണ്ട് നിങ്ങളോട് അത് വിൽക്കാൻ പറയുന്നു. വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1% അല്ലെങ്കിൽ 3% കമ്മീഷൻ തരാമെന്ന് ആ പാർട്ടി പറയുന്നു. അപ്പോൾ നിങ്ങൾ ഇത് വിൽക്കുന്നു, നിങ്ങൾക്ക് 3% കമ്മീഷൻ കിട്ടും. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിൽ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ആ ഒരു മൊത്തം വാല്യൂ നിങ്ങളുടെ അക്കൗണ്ട് ബുക്കിൽ വരുമാനമായിട്ട് കാണിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം വഞ്ചനാപരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വെറും 3% ഒരു കമ്മീഷൻ മാത്രമേ അതിൽ കിട്ടുന്നുള്ളൂ. പക്ഷേ ആ സ്ഥലം നിങ്ങളുടെ അക്കൗണ്ട് ബുക്കിൽ ഇപ്പോൾ 1 ഏക്കർ സ്ഥലമാണെങ്കിൽ ആ 1 ഏക്കർ സ്ഥലത്തിൻ്റെ മാർക്കറ്റ് മൂല്യം കംപ്ലീറ്റ് നിങ്ങൾ അക്കൗണ്ടിൽ കാണിക്കുക എന്ന് പറയുന്നത് എല്ലാം അത്ഭുതപ്പെടുന്നത് അത് എന്തുകൊണ്ട് ഓഡിറ്റർമാർക്കും അല്ലെങ്കിൽ സെബിക്കും അല്ലെങ്കിൽ LIC പോലെയുള്ള ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കൊന്നും മനസ്സിലായില്ല എന്നുള്ളതാണ് ഏറ്റവും അധികം നമ്മളെ അത്ഭുതപ്പെടുന്നത്. അപ്പോൾ കമ്പനിയുടെ വരുമാനവും ലാഭവും തമ്മിൽ വലിയ അന്തരം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് 2024 സാമ്പത്തിക വർഷത്തിൽ 4 ലക്ഷം കോടിക്ക് മുകളിലുള്ള വരുമാനം കാണിച്ചപ്പോൾ കമ്പനി ഉണ്ടാക്കിയ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് വെറും 95 കോടി രൂപയാണ്. ആ നേരത്തെ സ്ഥലക്കച്ചവടത്തിൽ കണ്ട പോലെയുള്ള ഒരു ഇഷ്യൂ ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതായത് അവർക്ക് കിട്ടിയ ലാഭത്തിൻ്റെ ശതമാനം എന്ന് പറയുന്നത് 0.02% മാത്രമാണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇത്തരത്തിലുള്ള ഇൻഫ്ലേറ്റഡ് സെയിൽസ് റവന്യൂ നമ്പേഴ്സാണ് ഇവർ കാണിച്ചുകൊണ്ടേയിരുന്നത്. അതേപോലെ തന്നെ കമ്പനി സ്വന്തം അക്കൗണ്ടിൽ കാണിച്ചിരുന്ന പല വൻകിട കോർപ്പറേറ്റ് വിൽപ്പനകളും വാങ്ങലുകളും വ്യാജമായിരുന്നു എന്ന് സെബി കണ്ടെത്തി. അഫ്ലുവൻസ് ഷെയർസ് ആൻഡ് സ്റ്റോക്സ് എന്ന കമ്പനിയുമായി 11,000 കോടിയുടെ ഒരു ഇടപാട് രാജേഷ് എക്സ്പോർട്സ് നടത്തിയെന്ന് അവകാശപ്പെടുമ്പോൾ തങ്ങൾ അങ്ങനെ ഒരു ഇടപാട് നടത്തിയിട്ടില്ലെന്ന് ആ കമ്പനി സെബിയെ അറിയിച്ചു. അപ്പോൾ കമ്പനിയുടെ ചെയർമാനായിട്ടുള്ള രാജേഷ് മേത്ത കമ്പനിയുടെ കോർപ്പറേറ്റ് ഫണ്ട് സ്വന്തം വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റിയതായും കാണും. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ക്യാഷ് റിസർവിൻ്റെ ആ ഒരു ഫിഗർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 15,000 കോടി അല്ലെങ്കിൽ 17,000 കോടി ക്യാഷ് റിസർവ് തൻ്റെ സ്വന്തം ഡെറിവേറ്റീവ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ എമൗണ്ടാണ് ക്യാഷ് റിസർവായിട്ട് കമ്പനിയുടെ നമ്പറുകളിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സെബിയുടെ അന്വേഷണവുമായി സഹകരിക്കാതിരിക്കുകയും കൃത്യമായ അക്കൗണ്ട് വിവരങ്ങൾ ഒളിച്ചു വെക്കുകയും ചെയ്തതിനെ തുടർന്ന് രാജേഷ് എക്സ്പോർട്സ് ചെയർമാൻ രാജേഷ് മേത്തയെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ട്രേഡിങ്ങിൽ നിന്നും സെബി താൽക്കാലികമായിട്ട് വിലക്കിയിട്ടുണ്ട്. കൂടാതെ കമ്പനിയുടെ കണക്കുകൾ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാൻ ഒരു പുതിയ ഫോറൻസിക് ഓഡിറ്റിന് സെബി ഉത്തരവിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ആക്ഷൻസ് നടന്നതുകൊണ്ട് തന്നെ
രാജേഷ് എക്സ്പോർട്സിൻ്റെ ഷെയർ പ്രൈസ് ഇപ്പോൾ വലിയ തോതിൽ ഇടിഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സ്റ്റോക്കിൽ LICക്ക് 10% കൂടുതൽ ഹോൾഡിംഗ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന സെബിക്കും അതുപോലെ LICക്കും ഇത് എന്തുകൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നത് നമ്മൾ പരിശോധിച്ചാൽ അവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു കമ്പനിയുടെ സാമ്പത്തിക കാര്യങ്ങൾ ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത് കമ്പനി നിയമിക്കുന്ന ഒഫീഷ്യലായിട്ടുള്ള ഓഡിറ്റേഴ്സ് അഥവാ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് നൽകുന്ന ഓഡിറ്റ് റിപ്പോർട്ടുകൾ വായിച്ചിട്ടാണ്. അപ്പോൾ അത്തരം ലൈസൻസ്ഡ് ഓഡിറ്റേഴ്സിനെ പൂർണ്ണമായി വിശ്വസിച്ചാണ് LIC പോലെയുള്ള സ്ഥാപനങ്ങൾ നിക്ഷേപം നടത്തിയത്. അപ്പോൾ ഈ ഓഡിറ്റർമാർ തന്നെ ഈ ക്രമക്കേടുകൾ കണ്ടെത്തുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാതിരുന്നപ്പോൾ പുറത്തു നിന്നുള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഴ്ചയ്ക്ക് കമ്പനിയുടെ ഓഡിറ്റർമാർക്കെതിരെ നടപടിയെടുക്കാൻ സെബി ഓൾറെഡി ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ രാജേഷ് എക്സ്പോർട്സിൻ്റെ ഒരു സൗകര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ ഫോറിൻ സബ്സിഡിയറി കമ്പനികളായിരുന്നു. യഥാർത്ഥത്തിൽ ഇവരുടെ ഇന്ത്യയിലെ ബിസിനസ്സിൽ യാതൊരു തട്ടിപ്പും ഉണ്ടായിരുന്നില്ല. എന്നാൽ തട്ടിപ്പിൻ്റെ ഭൂരിഭാഗം നടന്നിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡിലെ ഈ വാൽക്കാബി പോലെയുള്ള സബ്സിഡിയറിയിൽ നിന്നാണ്. അപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി സെബി ഈ കമ്പനികളുടെ കൃത്യമായ അക്കൗണ്ട് വിവരങ്ങൾ ചോദിച്ചപ്പോൾ അപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ പ്രൈവസി നിയമങ്ങൾ കാരണം ഈ വിവരങ്ങൾ നൽകാൻ കഴിയില്ലെന്നുള്ള ഒരു ന്യായീകരണമാണ് രാജേഷ് എക്സ്പോർട്സ് പറഞ്ഞത്. നമുക്കറിയാം സ്വിസ് ബാങ്ക് എന്ന് പറയുന്നത് ആ അക്കൗണ്ടിൻ്റെ ഒരു പ്രൈവസി ലോകപ്രശസ്തമാണ്. പക്ഷേ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണെങ്കിലും ഈ ഒരു വാദം ഉപയോഗിച്ചുകൊണ്ടാണ് രാജേഷ് എക്സ്പോർട്ട് ഇൻവെസ്റ്റേഴ്സിനെ പറ്റിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ട്രാൻസ്പെറൻസി ഇല്ലാത്തതുകൊണ്ട് വർഷങ്ങളോളം യഥാർത്ഥ വിവരങ്ങൾ മറച്ചു വെക്കാൻ രാജേഷ് എക്സ്പോർട്സിന് സാധിച്ചു. ഒരുപക്ഷെ ഇവർ സ്വിറ്റ്സർലാൻഡിൽ പോയത് തന്നെ ആ കമ്പനി ഏറ്റെടുത്തത് തന്നെ ഇത്തരത്തിലുള്ള ഫ്രോഡിന് വേണ്ടിയിട്ടാണ് എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. അതുപോലെ ഇവർ ഒരേ സ്വർണം അല്ലെങ്കിൽ ഒരേ തുക പല കമ്പനികൾ വഴി കറക്കി തിരിച്ചു കൊണ്ടുവരുന്ന രീതി, അതായത് സർക്കുലർ ട്രേഡിംഗ്, അത് പ്രയോഗിച്ചതായിട്ടും ഇവിടെ സംശയമുണ്ട്. കാരണം ഒരേ കൗണ്ടർ പാർട്ടുമായി വലിയ തുകകൾ വാങ്ങുകയും വിൽക്കുകയും നടത്തുക, അത് ബുക്കുകളിൽ വരുമാനമായിട്ട് കാണിക്കുക, എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ ലാഭമോ നഷ്ടമോ ഒന്നും ഉണ്ടാകുന്നില്ല. ഇത്തരം സങ്കീർണമായ പേപ്പർ ട്രേഡിംഗ് അല്ലെ പേപ്പർ ബിസിനസ്സുകൾ സാധാരണ ഓഡിറ്റ് സ്ക്രൂട്ടിനിയിൽ അത്ര പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത കാര്യമാണ്. ഇതുകൂടാതെ രാജേഷ് എക്സ്പോർട്സിന് അനുകൂലമായി നിന്ന മറ്റൊരു ഘടകം കർണാടകയിലും മറ്റുമുള്ള ഇവരുടെ ശുഭ് ജ്വല്ലേഴ്സ് എന്ന റീറ്റെയിൽ ശൃംഖലയും കൂടാതെ ഇവരുടെ ഗോൾഡ് റിഫൈനിങ്ങിൻ്റെ ഒരു മാർക്കറ്റ് ഷെയറും ഒക്കെ വെച്ചുകൊണ്ട് വലിയൊരു പ്രതിച്ഛായ ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ മുൻകാലങ്ങളിൽ ഈ കമ്പനി ഫോർച്യൂൺ 500-ൽ ഉൾപ്പെട്ട ഒരു കമ്പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയിൽ ഇത്ര വലിയൊരു തട്ടിപ്പുണ്ടാവുമെന്ന് ആരും സംശയിച്ചിരുന്നില്ല. നമ്മൾ ഗ്രോയുടെ ഒരു ഡാറ്റ പ്രകാരം കാണുന്നത് ഒരു സമയത്ത് ഇത് മെറ്റയേക്കാളും അതുപോലെ നൈക്കിനേക്കാളും ഒക്കെ വലിയ ലോകത്തിലെ ഫോർച്യൂൺ 500 കമ്പനികളിൽ ഇടം പിടിച്ച ഒരു കമ്പനിയാണിത്. അപ്പോൾ ഏതായാലും രാജേഷ് എക്സ്പോർട്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും തുറന്നു കാട്ടപ്പെട്ടതോടുകൂടി പല കാര്യങ്ങൾക്കും ഇപ്പോൾ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതലായിട്ടുള്ള റിസർച്ച് ആവശ്യമുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിലൊന്ന്, ഇപ്പോൾ കമ്പനിയുടെ ടോപ്പ് ലൈൻ വരുമാനം കണ്ട് മാത്രം നമ്മൾ ആ സ്റ്റോക്കിൽ അട്രാക്ട് ചെയ്യരുത്. കാരണം ആ വരുമാനത്തിനനുസരിച്ച് ബോട്ടം ലൈൻ പ്രോഫിറ്റും ഈ കമ്പനി ഉണ്ടാക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കണം. അപ്പോൾ ലാഭം വലിയ തോതിൽ കുറവാണെങ്കിൽ അവിടെ എന്തോ ഒരു പൊരുത്തക്കേടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂടാതെ രാജേഷ് എക്സ്പോർട്സിൻ്റെ വരുമാനത്തിൻ്റെ ഏകദേശം 99% വരെ വിദേശത്തു നിന്നുള്ള സബ്സിഡിയറിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. വിദേശത്ത് സബ്സിഡിയറി കമ്പനികളുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വിദേശ നിയമങ്ങളുടെയും അവിടുത്തെ ആ ഒരു രഹസ്യ സ്വഭാവത്തിൻ്റെയും മറവിൽ പലപ്പോഴും കണക്കുകളിൽ കൃത്രിമം കാണിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശത്ത് സബ്സിഡിയറിയുള്ള കമ്പനികളുടെ നമ്പേഴ്സ് പരിശോധിക്കുമ്പോൾ അത് കൂടുതൽ സംശയത്തോടു കൂടി തന്നെ അതിനെ വീക്ഷിക്കണമെന്ന് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ ഒരു കമ്പനി വലിയ വിൽപ്പന നടത്തുന്നുവെന്ന് കാണിക്കുകയും എന്നാൽ അതിനുള്ള പണം വർഷങ്ങളായി കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വരാതിരിക്കുകയും ചെയ്താൽ അത് വെറും ഷെൽ ട്രാൻസാക്ഷൻസ് ആണ്. ഇപ്പോൾ ഇതിനു മുമ്പ് അദാനി കമ്പനികളിൽ ഇത്തരത്തിലുള്ള ഷെൽ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ തീർച്ചയായിട്ടും കൂടുതൽ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വസ്തുതയാണ്. ഏതായാലും ഇവിടെ ഏറ്റവും വലിയ വീഴ്ച വരുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും സെബി തന്നെയാണ്. 5 വർഷം റെഗുലേറ്ററി അതോറിറ്റിയെ ഇത്രമാത്രം ചീറ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു നാണക്കേടാണ്. അതുകൂടാതെ LIC പോലെയുള്ള വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ അവരുടെ റിസർച്ച് വിങ്ങിനൊന്നും ഇത്തരത്തിലുള്ളൊരു ഫ്രോഡ് മുമ്പേ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും വലിയൊരു വീഴ്ചയാണ്. ഏതായാലും 20% നഷ്ടത്തോടെ ഈ സ്റ്റോക്കിൽ നിന്നും ആ 420 എന്ന പ്രൈസ് ലെവലിൽ ഈ സ്റ്റോക്കിൽ എക്സിറ്റ് ആവാൻ സാധിച്ചത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട നിങ്ങളെ മറ്റു അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.